സിനിമാ വിവാദത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് അമ്മ പണം നൽകിയെന്ന പരാമർശത്തിൽ ഉറച്ച നടൻ ജയൻ ചേർത്തല. പണം വാങ്ങിയെന്നതിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് സംശയമില്ല, തിരിച്ചു കൊടുക്കാനുള്ളതിനാണ് സംശയം. താൻ പറഞ്ഞ കണക്കുകളെല്ലാം വസ്തുതാപരമാണ്. അമ്മ ഭാരവാഹികൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളതെന്നും ജയൻ ചേർത്തല പറഞ്ഞു. പറഞ്ഞ വസ്തുതകളെല്ലാം സത്യം തന്നെയാണ്. അതുകൊണ്ട് അതിൽ നമുക്ക് സംഘടന ഇടപെട്ടോളും. സംഘടനയ്ക്ക് അറിയാത്ത ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. സംഘടനയിലെ ലീഡേഴ്സുമായിട്ട് സംസാരിച്ചതിന് ശേഷം തന്നെയാണ് ഞാൻ പത്രസമ്മേളനം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് പറഞ്ഞിട്ടുള്ള വസ്തുതകളിൽ ഞാൻ കള്ളത്തരം ഒന്നും ചേർത്തിട്ടില്ല. എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ വ്യക്തിപരമായ കാര്യത്തിന് വേണ്ടിയല്ല, ഞാനൊരു സംഘടനയ്ക്ക് വേണ്ടിയാണ് സംസാരിച്ചത്. ആ സംഘടനയ്ക്ക് വേണ്ടി ഒരു രൂപ പോലും ആരെങ്കിലും തരാനുണ്ടെന്ന് കള്ളം പറയേണ്ട കാര്യം എനിക്കുമില്ല, സംഘടനയ്ക്കുമില്ല. അപ്പോൾ നമ്മൾ കള്ളം സംസാരിച്ചിട്ടില്ല. പിന്നെ അവർ വക്കീൽ നോട്ടീസ് അയച്ചതിന് നമ്മൾ മറുപടി അമ്മയിൽ നിന്ന് തന്നെ, കാരണം സംഘടന തന്നെയാണ് എന്നെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നത്. അതിനുള്ള ഉത്തരം സംഘടന തന്നെ കൊടുക്കുമെന്ന് എനിക്ക് അഷ്വറൻസ് തന്നിട്ടുണ്ട്. സംഘടന കൊടുക്കട്ടെ. നമുക്ക് വക്കീലുണ്ടല്ലോ, സംഘടനയ്ക്ക് വക്കീലുണ്ടല്ലോ, വക്കീൽ പ്രതികരിക്കട്ടെ. മനീഷ് മഹിബാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. മനീഷ്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അദ്ദേഹത്തിന് വക്കീൽ നോട്ടീസ് അയക്കുകയായിരുന്നു ചെയ്തത്. നിരുപാധികം മാപ്പ് പറയണം, അല്ലെങ്കിൽ നിയമ നടപടി എന്നുള്ളതായിരുന്നു അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യം. എന്തായാലും തന്റെ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ജയൻ ചേർത്തല എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്? പ്രവിത, കഴിഞ്ഞ 14-ാം തീയതിയാണ് നിർമ്മാതാക്കളുടെ സംഘടന ഒരു പത്രസമ്മേളനത്തിൽ അമ്മയ്ക്കെതിരെ ചില കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അതിനെതിരെയാണ് ജയൻ ചേർത്തല, അമ്മയുടെ മുൻ പ്രസിഡന്റ് ജയൻ ചേർത്തല, അവർക്കെതിരെ ചില കണക്കുകളൊക്കെ തന്നെ നിരത്തിയത്. ഒപ്പം തന്നെ ഈ ഷോയിലേക്ക് മോഹൻലാൽ അടക്കമുള്ള ആളുകൾ എത്തിയത് സ്വന്തം പണം മുടക്കിയാണ്. ഒപ്പം തന്നെ കടക്കെണിയിലായിരുന്ന നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് പലപ്പോഴായി പണം കൊടുത്തിട്ടുണ്ട് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നത് ഈ സംഘടന തന്നെ ഒരു വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അവർക്ക് മാപ്പ് കൊടുക്കും, അല്ലെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്നുള്ള മുന്നറിയിപ്പ് കൊണ്ടുള്ള ഒരു വക്കീൽ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ഇതിൽ അദ്ദേഹം പൂർണ്ണമായും അമ്മ സംഘടനയുടെ നിലപാടെന്ന രീതിയിലാണ് പല കാര്യങ്ങളും താൻ വ്യക്തമാക്കി. താൻ പറഞ്ഞ കാര്യങ്ങളൊന്നും വ്യക്തിപരമായ കാര്യങ്ങളല്ല, എല്ലാം അമ്മ സംഘടനയുടെ ഭാരവാഹികൾക്ക് അറിവുള്ള കാര്യമാണ്. ഒരു രൂപ പോലും താൻ പറഞ്ഞ കണക്കിനകത്ത് താൻ വസ്തുതാപരമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അത് അമ്മയുടെ ഭാരവാഹികൾക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും അമ്മയുടെ ഒരു പിന്തുണ തനിക്കുണ്ടാകും. തനിക്കെതിരെ നിലവിൽ ഇവർ നൽകിയിട്ടുള്ള ഒരു വക്കീൽ നോട്ടീസ്, അല്ലെങ്കിൽ അവർ എടുക്കുന്ന നിലപാടിനെതിരായി എന്താണ് പറയേണ്ടതെന്ന് അമ്മ സംഘടനയുടെ ഭാരവാഹികൾ തന്നെ പറയും. അതുകൊണ്ട് തന്നെ എന്താണ് പ്രതികരണം എന്ന് വേണ്ടത് താൻ മാത്രമല്ല. കാരണം താൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തിപരമായി ജയൻ ചേർത്തല എന്ന നടൻ പറഞ്ഞതല്ല, അത് അമ്മ സംഘടനയുടെ ഒരു നിലപാടാണ്. അതുകൊണ്ട് തന്നെ തനിക്കെതിരെ വന്ന ഈ ഒരു വക്കീൽ നോട്ടീസ് അമ്മ സംഘടനയ്ക്കെതിരെ വന്ന് എന്ന രീതിയിൽ തന്നെ സാങ്കേതികമായി കാണണം. അതുകൊണ്ട് തന്നെ ഇതിനുള്ള പ്രതികരണം അമ്മ സംഘടന തന്നെ നൽകുമെന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഈ സിനിമാ മേഖലയിലെ വിവാദം ഒരു പുതിയ ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അമ്മ സംഘടനയിലെ പ്രമുഖ ആളുകൾക്കെതിരെ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രംഗത്തെത്തുന്നു. നിയമപരമായി തന്നെ വക്കീൽ നോട്ടീസ് അയക്കുന്നു. അവരും അതിനെ അതേ രീതിയിൽ തന്നെ ഉള്ള പ്രതികരണം നൽകുന്നു. എന്താണെങ്കിലും വരുന്ന ദിവസങ്ങളിൽ ഏത് രീതിയിലായിരിക്കും ഇത് സിനിമാ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുക, അല്ലെങ്കിൽ എന്തൊക്കെ തരം രീതിയിലായിരിക്കും ഇരു കൂട്ടരും പ്രതികരിക്കുക എന്നാണ് നോക്കിക്കാണേണ്ടത്. പ്രവിത, ശരി. അങ്ങനെ ആ തർക്കം ഇങ്ങനെ നീണ്ടു പോവുകയാണ്. കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. മാത്രമല്ല, പ്രധാനപ്പെട്ട താരങ്ങൾ ഉൾപ്പെടെ, മുതിർന്ന താരങ്ങൾ ഉൾപ്പെടെ ഒരു പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചിട്ട് കൂടി അത് നടക്കുന്നില്ല എന്നുള്ളത് വേറെ ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണ്. ചിലയിടങ്ങളിൽ നിന്നൊക്കെ ഉയർന്നു വരുന്ന ഒരു കാര്യം, ഇത്തരം ചർച്ചകളൊക്കെ നടക്കണം എന്നുള്ളത് തന്നെയാണ്. പണ്ടൊക്കെ ആരും മിണ്ടാതിരിക്കുമായിരുന്നു, ഒരു ടീം മാത്രം അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇത് അങ്ങനെയല്ല, ചർച്ചകളൊക്കെ നടക്കണം. പക്ഷെ അപ്പോഴും പറയുന്നു, അതൊക്കെ വളരെ കൺസ്ട്രക്റ്റീവായിട്ട് വേണം വരാനായിട്ട്. കാരണം ഈ വ്യവസായം കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അത് നമ്മൾ കാണുന്ന വലിയ സൂപ്പർ താരങ്ങളോ അല്ലെങ്കിൽ സംവിധായകരോ നിർമ്മാതാക്കളോ മാത്രമല്ല, ഒരുപാട് സാധാരണക്കാരായ മനുഷ്യർ ഈ വ്യവസായവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നുണ്ട്. അവരുടെ അന്നം മുട്ടിക്കരുത്. ഒരു വലിയ മേഖലയാണ്, അതുകൊണ്ടാണ്. അതാ